ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ലഞ്ച് പ്രിപ്പറേഷനാണ് ഇന്ന്. രാവിലെ തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ചിക്കനും മഞ്ഞച്ചോറ് തിന്നാനൊരു കൊതി. അപ്പോൾ പിന്നെ അതും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടാണ് അത് മാഗ്നേറ്റ് ചെയ്തത്. അതങ്ങനെ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ 2 ലെഗ് പീസ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ 2 ലെഗ് പീസ് ഇച്ചാപ്പിക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടി അതും മസാല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സബോളയും അതിന് വേണ്ട കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മഞ്ഞച്ചോറിന് വേണ്ടിയിട്ടുള്ള അരിയാണ് ഇപ്പോൾ എടുത്തത്. പിന്നെ ഒരു കുക്കർ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ഇട്ടു. പിന്നെ അതിലേക്ക് ഇടുന്നത് ഉള്ളി, തക്കാളി, പച്ചമുളകാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലൂടെ കറുവപ്പട്ട, ഏലക്കായ, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ ഇല്ലേ, അതൊക്കെ നമുക്ക് അതിലൂടെ ഇടാം. പക്ഷെ അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊടിയാണ്, നാച്ചുറൽ പൊടി പൊടിച്ചതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിക്കുക. എത്ര അളവിന് പറഞ്ഞിട്ട് ഈ ഒരു കപ്പാണ്, ഈ ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഉണ്ണിക്ക് ഇളക്കണം പറഞ്ഞപ്പോൾ പിന്നെ അവൻ അങ്ങനെ ഇളക്കിയതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തേങ്ങ നമ്മൾ അതൊന്ന് ഫസ്റ്റ് വെളിച്ചെണ്ണയിലിട്ട് വതക്കുമ്പോൾ തന്നെ അങ്ങനെ ഇടുക, അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിലും ഇടുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ അരിയൊക്കെ കഴുകി അരിയൊക്കെ ഇട്ടു. പിന്നെ അത് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുക്കറിൽ ഒരു 4-5 വിസിലിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചിക്കൻ 2 പീസുള്ള ലെഗ് പീസ് വറുത്തു. ഉണ്ണിക്ക് അവന് വേണം പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ മുളകൊക്കെ കമ്മിയാക്കിയിട്ട് വറുത്തോണ്ട്. പിന്നെ അതേ ചട്ടിയിൽ തന്നെ നമ്മൾ ചിക്കൻ വയ്ക്കണത്. അപ്പോൾ എണ്ണ ഒഴിച്ച് ഉള്ളി, സബോളയൊക്കെ 3-4 സബോള എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് നന്നായി ഉപ്പൊക്കെ ഇട്ട് വഴറ്റി. പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. തക്കാളി, പച്ചമുളകാണ് ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. നന്നായി വഴറ്റി ഒരുവിധമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഈ പൊടികളിടുക. മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി അതിൻ്റെ പച്ചമണം, ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം പച്ചമണം പോണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി മിക്സാക്കിയാൽ മതി കേട്ടോ. വെള്ളം ഇപ്പം തന്നെ ഒഴിക്കില്ലേ, വെള്ളം ഒന്ന് മുറുകാൻ വേണ്ടി നമ്മൾ ഇത്തിരി സിമ്മിലിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ തനിയെ മുറുകി വരും. അതിൽ നിന്ന് വെള്ളം വന്ന് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറിനനുസരിച്ച് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെയാണ് സംഭവം. പിന്നെ വിസിലൊക്കെ വന്ന് കുക്കറൊക്കെ തുടങ്ങിയപ്പോൾ സൂപ്പറായി കിട്ടിയിട്ടുണ്ട്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ മഞ്ഞച്ചോറും ചിക്കനും കൂട്ടി കഴിച്ചു ഭക്ഷണം. അപ്പം അത്രയേ ഉള്ളൂ.